നയിക്കാൻ തുടങ്ങിയത്. പ്രിയപ്പെട്ടവരെ, നരേന്ദ്രമോദി അധികാരം 2014 ഏറ്റെടുക്കുമ്പോ രാജ്യത്തെ 68% വീടുകളില്, നിങ്ങൾ ആലോചിച്ച് നോക്കണം, രാജ്യത്തെ ഏകദേശം 70% വീടുകളില് സ്വന്തമായി അടച്ചുറപ്പുള്ള ഒരു കക്കൂസ് പോലും ഉണ്ടായിരുന്നില്ല എന്നറിയുമ്പോഴാണ് ഈ രാജ്യത്തെ 60 വർഷം നയിച്ചവർ എങ്ങോട്ടേക്കാണ് നമ്മെ കൊണ്ടുപോയത് എന്ന് നാം മനസ്സിലാക്കുക. എന്തായിരുന്നു ഇവർക്ക് പിന്നെ പണി? രാജ്യത്തെ 68% വീടുകളില് നമ്മുടെ അമ്മമാര്, സഹോദരിമാര്, പെൺകുഞ്ഞുങ്ങള് സൂര്യൻ ഉദിക്കുന്നതിന് മുൻപ് ഒരു ബക്കറ്റിൽ, ഒരു കപ്പിൽ വെള്ളവും എടുത്ത് ഏതെങ്കിലും ഒരു മറവറ്റി പ്രാഥമിക കൃത്യത്തിന് പോകേണ്ട ഒരു ഗതികേടുള്ള ഒരു ജനത. നിങ്ങൾ ഇവിടുത്തെ ഇടതനും വലതനും ഒക്കെ നരേന്ദ്രമോദിയെയും BJPയും അധിക്ഷേപിക്കുന്നത് നമ്മൾ കക്കൂസിനെ പറ്റി സംസാരിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ്. അതിലാർക്കും മോശം തോന്നേണ്ട കാര്യമില്ല, നാണക്കേട് തോന്നേണ്ട കാര്യമില്ല. അഭിമാനത്തോടു കൂടി നമ്മൾ പറയുന്നു, ഈ രാജ്യത്തെ 100 കണക്കിന് കോടി ജനങ്ങളുടെ ആത്മാഭിമാനത്തെ സംരക്ഷിച്ച സർക്കാരാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ സർക്കാർ. ഇന്ന് നരേന്ദ്രമോദിയുടെ 10 വർഷത്തെ അധികാരം പൂർത്തിയാകുമ്പോ രാജ്യത്തെ 100% വീടുകൾക്കും അടച്ചുറപ്പുള്ള ഒരു കക്കൂസ് കിട്ടി. മലയാളികള് നമ്മൾ ധാരാളം യാത്ര ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. ഉത്തരേന്ത്യയിലെ ഗ്രാമങ്ങളിൽ കൂടിയൊക്കെ അതിരാവിലെ ട്രെയിനിൽ പോകുമ്പോ കണ്ടിട്ടുള്ള ഒരു കാഴ്ചയുണ്ടല്ലോ. തൊട്ടപ്പുറത്തെ പാളത്തില്, റെയിൽവേ ട്രാക്കില് അച്ഛനും മകളും, അമ്മയും മകനും, സഹോദരനും സഹോദരിയും ഒക്കെ നിരന്നിരുന്ന് പ്രാഥമിക കൃത്യം നിർവഹിച്ചുകൊണ്ടിരുന്ന ഒരു കെട്ടകാലം നമുക്കുണ്ടായിരുന്നില്ലേ? ഇതാ കാഴ്ച നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ? ലോകത്തിലെ സഞ്ചരിക്കുന്ന ഏറ്റവും വലിയ ക്ലോസറ്റ് എന്നാണ് ഇന്ത്യൻ റെയിൽവേ ട്രാക്കുകളെ അറിയപ്പെട്ടിരുന്നത്. ഇന്ന് നരേന്ദ്രമോദി അധികാരം ഏറ്റെടുത്ത ശേഷം ഭാരതീയർക്ക് അങ്ങനെ ഒരു ഗതികേടുണ്ടായിട്ടില്ല. നരേന്ദ്രമോദി അധികാരത്തിൽ വരുമ്പോ ഈ രാജ്യത്തെ 70% വീടുകളിലും കുടിവെള്ളം എന്നുള്ളത് കിട്ടാക്കനിയായിരുന്നു, ശുദ്ധജലം. ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും അടിസ്ഥാനപരമായ ആവശ്യമാണ് ശുദ്ധജലം കിട്ടുക എന്നുള്ളത്. അവന്റെ അവകാശമാണ്. ഈ ഭൂമിയിൽ ജനിച്ചു വീഴുന്ന ഏതൊരാളുടെയും അവകാശമാണ് കുടിക്കാൻ നല്ല വെള്ളം കിട്ടുക എന്നത്. പക്ഷെ പ്രിയപ്പെട്ടവരെ, രാജ്യത്തെ 70% ജനങ്ങൾക്കും ആരാ ഇത് നിഷേധിച്ചത്? എന്തുകൊണ്ടാ ഈ രാജ്യം 60 വർഷം ഭരിച്ച ഒരാൾക്കും തോന്നാതിരുന്നത്? എന്റെ രാജ്യത്തെ ജനങ്ങൾക്ക് കുടിവെള്ളം എത്തിക്കണമെന്ന ചിന്ത എന്തുകൊണ്ടാ ഒരു ഭരണാധികാരിക്കും തോന്നാതെ പോയത്? 2014 നരേന്ദ്രമോദിയും ഭാരതീയ ജനതാ പാർട്ടിയും അധികാരത്തിൽ എത്തേണ്ടി വരുന്നു. രാജ്യത്ത് ഇന്ന് എല്ലാ വീടുകളിലും നമ്മൾ പൈപ്പിൽ കൂടി കുടിവെള്ളം എത്തിച്ചു. അതുകൊണ്ട് ഞാൻ സാധാരണ മീറ്റിങ്ങുകളിൽ പറയാറുണ്ട്, നരേന്ദ്രമോദി രാജ്യത്ത് വികസനം നടപ്പാക്കി എന്നത് ദയവിൽ നിങ്ങളിൽ പറയുന്നു. നരേന്ദ്രമോദി നടപ്പാക്കിയത് വികസനമല്ല, പരിവർത്തനമാണ്. ഈ രാജ്യത്തെ അദ്ദേഹം പരിവർത്തനം ചെയ്യുകയാണ് ഉണ്ടായത്. ഇന്നലെ വരെ ചെയ്തുകൊണ്ടിരുന്ന എല്ലാ കെടുതികളെയും എല്ലാ തിന്മകളെയും പുറംകാലത്തേക്ക് പായിച്ചുകൊണ്ട് അദ്ദേഹം ഈ രാജ്യത്തെ എന്നേക്കുമായി പരിവർത്തനം ചെയ്തെടുക്കുകയാണ് ഉണ്ടായത്. പ്രിയപ്പെട്ടവരെ, നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം 3 കോടി ജനങ്ങൾക്കാണ് സ്വന്തമായി സൗജന്യമായി വീടുകൾ നിർമ്മിച്ചു നൽകിയത്. 1970 മുതൽ ഭാരതം കേട്ടുവന്നിരുന്ന വലിയൊരു മുദ്രാവാക്യമാണ് ഗരീബി ഹട്ടാവോ. പഴയ ആൾക്കാർക്കൊക്കെ ഓർമ്മയുണ്ടാകും. ഇന്നലെയുടെ കാലഘട്ടത്തിൽ രാജ്യത്ത് മുഴുവൻ അലയടിച്ച ഒരു മുദ്രാവാക്യമായിരുന്നു ദാരിദ്ര്യത്തെ അകറ്റി നിർത്തുക, അല്ലെങ്കിൽ ദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്യുക. ഒരു ദാരിദ്ര്യവും ഈ രാജ്യത്ത് നിന്ന് നിർമ്മാർജ്ജനം ചെയ്തില്ല എന്ന് മാത്രമല്ല, ഈ രാജ്യത്തെ ദരിദ്രന്മാരുടെ എണ്ണം കൂടിക്കൂടി വരികയാണ് ഉണ്ടായത്. പക്ഷേ 10 വർഷത്തെ നരേന്ദ്രമോദിയുടെ ഭരണം അവസാനിക്കുമ്പോ, അല്ലെങ്കിൽ നമ്മളുടെ 10 വർഷത്തെ കാലാവധി പൂർത്തിയാകുമ്പോ രാജ്യത്ത് 25 കോടി ജനങ്ങൾ. നോക്കൂ നിങ്ങൾ, ഈ രാജ്യത്താകെ 145 കോടി ജനങ്ങളേ ഉള്ളൂ. 25 കോടി ജനങ്ങളെ അതീവ ദാരിദ്ര്യത്തിൽ നിന്ന് നരേന്ദ്രമോദി സർക്കാർ മുക്തമാക്കി എന്ന് കേൾക്കുമ്പോ ഇതല്ലേ സദ്ഭരണം? ഇതിനെയല്ലേ നാം പരിവർത്തനം എന്ന് വിളിക്കേണ്ടത്? ഇതാണ് നരേന്ദ്രമോദി ഈ രാജ്യത്തിന് നൽകിയ സംഭാവന. കോൺഗ്രസ് ഭരിക്കുമ്പോ, ഇന്ത്യയുടെ മരണശേഷം രാജീവ് ഗാന്ധി അധികാരത്തിൽ വന്നപ്പോ ഇന്ത്യയുടെ ആസൂത്രണ കമ്മീഷൻ ഒരു പഠനം നടത്തി. നമുക്കറിയാം, നിങ്ങളൊക്കെ ആസൂത്രണ കമ്മീഷനെ പറ്റി കേട്ടിട്ടുണ്ട്. 5 വത്സര പദ്ധതികളൊക്കെ നടപ്പാക്കുന്നത് ആസൂത്രണ കമ്മീഷനായി. ഇന്ന് അതില്ല, ഇന്ന് നീതി ആയോഗം. അപ്പൊ ഈ ആസൂത്രണ കമ്മീഷൻ പഠനം നടത്തി. എന്തായിരുന്നു അറിയാം പഠനം? എങ്ങനെയാണ് ഇന്ത്യ മഹാരാജ്യത്തെ വിഭവങ്ങൾ കൈകാര്യം ചെയ്യപ്പെടുന്നത്? കാരണം അന്ന് രാജ്യത്ത് വലിയ അഴിമതി നിലനിൽക്കുന്നു എന്ന ആരോപണം ഉണ്ടായപ്പോ സർക്കാർ തന്നെ ഒരു പഠനം നടത്തി. ഈ പറയുന്നത് ശരിയാണോ?
ഇന്ത്യ മഹാരാജ്യത്ത് 1 രൂപ ചെലവഴിക്കപ്പെട്ടാൽ അത് എങ്ങനെയാണ്, ആരുടെയൊക്കെ കൈകളിൽ കൂടിയാണ് 1 രൂപ കടന്നു പോകുന്നത്, അർഹതപ്പെട്ടവരുടെ കൈകളിലേക്ക് എത്ര എത്തുന്നു? ഇതായിരുന്നു അന്ന് നടത്തിയ പഠനം. അന്ന് കിട്ടിയ റിപ്പോർട്ട് ഞെട്ടിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഏതൊരു ഭാരതീയനും തല കുനിഞ്ഞു പോകുന്ന കണക്കുകളാണ് അന്ന് സർക്കാർ തന്നെ പുറത്തുവിട്ടത്. ഇത് BJP-കാരൻ പറയുന്ന ഏതെങ്കിലും ഗീർവാണ കണക്കൊന്നുമല്ല, ആർക്കും പരിശോധിക്കാവുന്ന കണക്കാണ്, പൊതുരംഗത്തുള്ള കണക്കാണ്. 1 രൂപ ഇന്ത്യ മഹാരാജ്യം ചെലവഴിക്കുമ്പോ സാധാരണഗതിയിൽ എത്ര കൊടുക്കണം? 1 രൂപ തരാമെന്ന് സർക്കാർ പറഞ്ഞാൽ 1 രൂപ തരണം, അല്ലേ? 1 രൂപയുടെ പാലം പണിയണം എന്ന് പറഞ്ഞാൽ എത്ര രൂപയുടെ പാലം പണിയണം? 1 രൂപയുടെ പാലം പണിയണം. അതാണ് നാട്ടു നടപ്പ്. പക്ഷേ ഇന്ത്യയിൽ അന്ന് നിലനിന്നിരുന്ന ഒരു സാഹചര്യം കൊണ്ട് ഒരു പക്ഷേ അങ്ങനെ നടക്കില്ല. വേണ്ട, ഒരു 75 പൈസയുടെ പണി നടക്കുന്നുണ്ട്, അല്ലേ? 1 രൂപയുടെ പണി നടത്താൻ തീരുമാനിച്ച 75 പൈസയുടെ പണി ഇല്ല. ഇനി അത് വേണ്ട, 50-50 നമ്മൾ പറയല്ലേ, പകുതി നീ എടുത്തിട്ട് പകുതിയെങ്കിലും എന്താ, അങ്ങനെയെങ്കിലും നടക്കട്ടെ. പണി നടന്നിട്ടില്ല. 60-40, 60% അടിച്ചു മാറ്റിയിട്ട് 40% പണി നടന്നിട്ടില്ല. ഇന്ത്യ മഹാരാജ്യം 1 രൂപ ചെലവഴിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ 87 പൈസയും മോഷ്ടിക്കപ്പെട്ടിരുന്നു എന്നാണ് കണക്ക് പുറത്തു വന്നത്. ചിന്തിക്കാൻ പറ്റൂ നിങ്ങൾക്ക്? ഒരു രാജ്യം ചെലവഴിക്കുന്ന വിഭവത്തിന്റെ 87% ഇടനിലക്കാര്, രാഷ്ട്രീയക്കാര്, ഉദ്യോഗസ്ഥര്, മന്ത്രിമാര് തുടങ്ങി സകല കോൺട്രാക്ടർമാര്, കരാറുകാര് തുടങ്ങി എല്ലാ മേഖലകളിൽ കൂടിയും മോഷണം നടക്കുന്ന ഒരു ഗതികെട്ട രാജ്യമായിരുന്നു ഭാരതം. കേവലം 13 പൈസ അല്ലെങ്കിൽ 13% രാജ്യത്തിന്റെ പൊതുരംഗത്തേക്ക് ചെലവഴിക്കപ്പെട്ടത്. ഇതായിരുന്നു ഇന്ത്യയുടെ അവസ്ഥ. പക്ഷേ ഇന്ന് നരേന്ദ്രമോദി ഭരിക്കുമ്പോൾ നമുക്ക് ആത്മാഭിമാനത്തോടെ പറയാൻ പറ്റും, ഇന്ത്യ മഹാരാജ്യം 1 രൂപ ചെലവഴിച്ചാൽ അണാ പൈസ മുറിയാതെ ആ 1 രൂപ അർഹതപ്പെട്ടവന്റെ കൈകളിൽ എത്തുന്നു എന്ന് നരേന്ദ്രമോദി സർക്കാർ ഉറപ്പാക്കിയിട്ടുണ്ട്, അല്ലെ? ഇവിടെ ഇരിക്കുന്ന പലർക്കും കിസാൻ സമ്മാൻ നിധി കിട്ടുന്നുണ്ട് എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കിട്ടുന്നില്ലേ? ഉണ്ട്. പ്രതിവർഷം 6000 രൂപയാണ് നിങ്ങൾക്ക് നരേന്ദ്രമോദി സർക്കാർ നൽകിയത്. ആർക്കെങ്കിലും 5999 രൂപ കിട്ടിയിട്ടുണ്ടോ? ഉണ്ടോ? ഇല്ല. നോക്കൂ നിങ്ങൾ, കിസാൻ സമ്മാൻ നിധിയുടെ ഏറ്റവും ഒടുവിലത്തെ ഗഡു റിലീസ് ചെയ്യുന്നു എന്ന് പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചാൽ 2 മണിക്കൂറിനുള്ളിൽ ഈ രാജ്യത്തെ 13 കോടി കർഷകരുടെ അക്കൗണ്ടുകളിലേക്ക് ആ പണം ഒരു പൈസ പോലും കുറയാതെ എത്തിച്ചേരുന്നു എന്നതാണ് നരേന്ദ്രമോദി നിർമ്മിച്ച പുതിയ ഭാരതത്തിന്റെ സവിശേഷത. ഇതിനല്ലേ കോഴിക്കോട്ടുകാർ വോട്ട് ചെയ്യേണ്ടത്? തീരുമാനം നിങ്ങളുടേതാണ്. ഭാരതീയ ജനതാ പാർട്ടി പറയുന്നു, തീരുമാനം നിങ്ങളുടേതാണ്. നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. എങ്ങനെയുള്ള രാജ്യം വേണം, എങ്ങനെയുള്ള കോഴിക്കോട് വേണം, എങ്ങനെയുള്ള കേരളം വേണം. അതോ എന്നും ഇല്ലായ്മകളുടെയും വല്ലായ്മകളുടെയും അഴിമതിയുടെയും കെടുകാര്യസ്ഥതയുടെയും കേരളം മതിയോ എന്നുള്ള തീരുമാനം കോഴിക്കോട് വിട്ടു നിൽക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് നരേന്ദ്രമോദി ഭരിക്കുന്ന രാജ്യത്ത് ഒരു ഇടനില പരിപാടിയുമില്ല. എന്നെ കേൾക്കുന്ന ഇവിടുത്തെ പൊതുജനങ്ങളോട് ഞാനൊന്ന് ചോദിക്കട്ടെ, ഈ രാജ്യത്ത് കിസാൻ സമ്മാൻ നിധി നിങ്ങൾക്ക് കിട്ടുന്നത് ഏതെങ്കിലും ഒരു BJP-കാരന്റെ റെക്കമെൻഡേഷൻ കൊണ്ടാണ്? നിങ്ങൾ കിസാൻ സമ്മാൻ നിധി കിട്ടാൻ വേണ്ടി ഏതെങ്കിലും ഒരു BJP ഓഫീസർ ഇറങ്ങിയിട്ടുണ്ടോ? നിങ്ങൾക്ക് 6000 രൂപ കിട്ടുന്നു എന്ന് പറഞ്ഞ് ഏതെങ്കിലും ഒരു BJP-കാരൻ അതിന്റെ ഇടനില കമ്മീഷൻ പറ്റാൻ നിങ്ങളുടെ വീടുകളിൽ എത്തിയിട്ടുണ്ടോ? പറയട്ടെ നിങ്ങൾ. ഇതാണ് BJP നിർമ്മിക്കുന്ന പൊതുരംഗം. ഇതാണ് ഈ രാജ്യത്തുണ്ടായ മാറ്റം. പക്ഷെ ഇന്നെങ്ങനെയാ? കേരള സർക്കാർ ചില നക്കാപ്പിച്ചൊക്കെ കൊടുക്കുന്നുണ്ട്, ചിലപ്പോൾ കൊടുക്കുന്നില്ല. കഴിഞ്ഞ ഒരു വർഷത്തിന് മേലിലായി കിട്ടാനില്ല എന്നാണ് പറയുന്നത്. 1600 രൂപ വിധവാ പെൻഷൻ, വികലാംഗ പെൻഷൻ, വാർദ്ധക്യ പെൻഷൻ എന്നൊക്കെ പറഞ്ഞ് ചിലർക്ക് കൊടുക്കാമെന്ന് വാഗ്ദാനം ഉണ്ടായിരുന്നു. എങ്ങനെയാ കിട്ടുന്നവരുടെ അവസ്ഥ? 1600 രൂപ ട്രഷറിയിലോ ഏതെങ്കിലും സഹകരണ ബാങ്കിന്റെ അക്കൗണ്ടിലോ വന്നാലോ കുട്ടി സഖാക്കന്മാരെ പിറ്റേന്ന് രാവിലെ ഡയറിയുമായി വീട്ടിലെത്തില്ലേ? ഞങ്ങളുടെ സർക്കാർ നൽകിയതിന്റെ കമ്മീഷൻ പറ്റാൻ എത്ര പേരാ അങ്ങനെ കൊടുത്തിട്ടുള്ളവർ? എത്ര പേര് വാങ്ങുന്നുണ്ടോ? എനിക്കറിയാം വ്യക്തിപരമായി അങ്ങനെ വാങ്ങിയ സഖാക്കന്മാരെ. അതിന്റെ പേരിൽ 2